ശ്രമിക്കുന്നു. അവനോടെങ്കിൽ രമേശ് പിസിയുടെ പാസ്റ്ററായി പ്രവർത്തിക്കാൻ കർത്തുദാസനോട് സഹോദരൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിൽ പോയപ്പോൾ പരിചയപ്പെട്ട കർത്തുദാസനാണ്. നേരത്തെ പരിചയമുണ്ടെന്നാൽ പരിചയ പുതുകൊണ്ടയായ കർത്തുദാസനോട് സ്വാമി രാവിലെ ദൈവ സൂക്ഷിക്കായി കർത്തുദാസനെ സ്വാഗതം ചെയ്യുന്നു. അലക്സ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസിലുള്ള എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിനാൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും വേഗം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് അടിയന് ഈ കൂട്ടായ്മയില് ഒരു ഭാഗമാകുവാൻ ദൈവം സഹായിച്ചത്. ആമേൻ. സ്തോത്രം. പറഞ്ഞു കേൾക്കപ്പെട്ടതുപോലെ തന്നെ പ്രഭാത സമയത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തോടുകൂടെ ഒരല്പസമയം ചെലവഴിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചതോടെ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബേബാശ്രയും ജസിൻ രാജ് പാശ്രയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഡൽഹിയിൽ നിന്നുള്ള ഒരു അഭിഷിക്തൻ മാത്രമേ എനിക്കിതിൽ പരിചയമുള്ളൂ. എങ്കിലും ഒന്ന് വിശ്വസിക്കുന്നു, തങ്ക ചോരയാൽ നമ്മളെ വിടുവിച്ച ഒരു പിതാവ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ളത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഏത് രാജ്യത്തുണ്ട് എന്നുള്ളതല്ല വലുത്. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. സ്തോത്രം. അതോർത്ത് എന്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒട്ടും മുഖവരിയിലേക്ക് പ്രവേശിക്കാതെ ഒരു ചിന്ത കർത്താവിന് ദാസൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഈ വിഷയം പറയുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് ഇതിന്റെ ഫ്ലെക്സുകൾ ഞാൻ കാണാറുണ്ട്. വളരെ ശക്തന്മാരായ ദേവദാസന്മാർ പ്രസംഗിക്കുന്ന ഒരു സ്റ്റേജാണ്. ഹല്ലേലൂയ. അതിന്റെ ഒരു സൈഡിൽ പോലും നിൽക്കാൻ യാതൊരു യോഗ്യതയും എന്റെ ജീവിതത്തിൽ ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം ദൈവം തരുന്നുണ്ടെങ്കിൽ അതിന്റെ ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായി ആമേൻ കൈമാറുവാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ പ്രഭാത സമയത്ത് ഒരു ശക്തമായ ദൂത് ഹല്ലേലൂയ ഒരു പ്രവചനം ആമൻ ആഗ്രഹിച്ചായിരിക്കാം നിങ്ങൾ ഇരിക്കണം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യത്യസ്തമായ രീതിയിൽ ഇടപെടും. ഹല്ലേലൂയ. ഗ്രാമങ്ങളിലും ആമൻ പട്ടണങ്ങളിലും രാജ്യങ്ങൾക്കപ്പുറത്ത് പോലും കടന്നു എന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളങ്ങൾ അറിയുന്നത് തമ്പുരാന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപ് അറിയുന്നത് ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ പ്രസന്റും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കാം. നമ്മുടെ ഫ്യൂച്ചർ അറിയുന്നത് തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഭാവി അറിയുന്നത് തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ നാളുകൾക്ക് വേണ്ടി ഇന്ന് നമ്മളെ ദൈവം ഗൈഡ് ചെയ്യും. നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കുവാനിടയായി തീരും. നാളുകളിൽ ഒരു വീഴ്ച വരാതിരിക്കുവാൻ, നാളുകളിൽ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കുവാൻ, നാളുകളിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ നമ്മളെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇന്ന് നമ്മളോട് സംസാരിക്കും. ഇന്ന് നമ്മളോട് സംസാരിച്ചിട്ട് ഇതാകുന്നു വഴി, ഇതിലേ പോകുക എന്നുള്ള ഇമ്പമേറിയ ശബ്ദം ദൈവം നമ്മളെ കേൾപ്പിക്കും. ഹല്ലേലൂയ. എന്തിനാണെന്ന് അറിയാമോ? നമ്മളെല്ലാവരും ആ കർത്താവിന് വിലയേറിയവരും മാന്യരുമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ സമൂഹം നമ്മളെ നോക്കി എന്തും വിളിച്ചോട്ടെ, പക്ഷെ കർത്താവ് നമ്മളെ നോക്കി വിളിക്കുന്ന ഒരു പദമുണ്ട്, ഒരു പേരുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുള്ളത് കൊണ്ട് ഒരുമിച്ച് നമുക്ക് കർത്താവിന് കരങ്ങൾ ഉയർത്തി ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനാണ്. ആമേൻ. സ്തോത്രം. ഞാനിങ്ങനെ ഈ ചിന്തയുമായി മുന്നോട്ട് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് 17-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ കർത്താവിന്റെ വരവിന്റെ സമയത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവിന്റെ മനുഷ്യപുത്രന്റെ വരവിന്റെ സമയം. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ വരവിന്റെ സമയത്തിന്റെ ചില ലക്ഷണങ്ങൾ പറയുമ്പോൾ ഒന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. 2 കാലഘട്ടങ്ങളെ എടുത്തു കാണിച്ചിട്ട് ആമേൻ പറയുന്നു അതുപോലെ ആയിരിക്കാം മനുഷ്യപുത്രന്റെ വരവിന്റെ സമയത്തും ലോകത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ. അവിടെ പറയുന്നു ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ സമയത്തെ കുറിച്ച് പറയുന്നു അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. ഹല്ലേലൂയ. വ്യത്യസ്തമല്ല. ഡൽഹിയുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ വന്നാൽ ഈ നവംബർ ഡിസംബർ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വിവാഹങ്ങളുടെ കാലഘട്ടമാണ്. വളരെ ഉത്സവ പോലെ ആചരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നനയ്ക്കാത്ത ഒരു നേരത്ത് മനുഷ്യൻ തങ്ങളിൽ തന്നെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് വരുമെന്ന് അറിയാമോ? അവൻ മനുഷ്യപുത്രൻ അവൻ വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഒരുക്കം വേണമെന്ന് അവൻ ആ ഒരു ഭാഗത്ത് ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരുക്കത്തിന് വേണ്ടി ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ആ വാക്യം ഇതാണ് 17:32. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. പല ക്യാരക്ടറുകളും പല വ്യക്തി ജീവിതങ്ങളുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്നാൽ ഇവിടെ ഈ ഒരു സ്ത്രീയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. ഹസ്ബൻഡിന്റെ പേരിൽ അറിയപ്പെടുന്നു. ആമൻ പറയപ്പെടുന്നു ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഉൽപ്പത്തി
ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതിന്റെ പശ്ചാത്തലമൊക്കെയും 19-ാം അധ്യായത്തിൽ നമുക്ക് ഇതിന്റെ പശ്ചാത്തലമൊക്കെയും കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം പല അപകടങ്ങളിൽ നിന്ന്, പല അനർത്ഥങ്ങളിൽ നിന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടും ഹല്ലേലൂയ ദൈവം പറഞ്ഞതിനെ മറുതലിച്ച് ഉപ്പുതൂണായി തീർന്ന ഹല്ലേലൂയ ആമേൻ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. നമുക്ക് എത്ര അനുഭവങ്ങൾ, ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ ജീവിതത്തിൽ എത്ര അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ആമേൻ നഷ്ടപ്പെട്ടു പോകുന്ന പല അനുഭവങ്ങളിൽ നിന്ന് തമ്പുരാൻ കരം പിടിച്ച് പുറകോട്ട് വീഴാതെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ഒരു ശബ്ദമുണ്ട്, തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് ഓടുക. ഹല്ലേലൂയ. മുന്നോട്ട് ഓടുക എന്ന് പറയുമ്പോൾ അറിയാതെ ചില ഇടങ്ങളിലൊക്കെ ഒന്ന് പുറകോട്ട് നോക്കുക. എന്താണെന്നറിയാമോ? ചില നിക്ഷേപങ്ങൾ പുറയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, വിലയേറിയത് എന്തോക്കെ ലോത്തിന്റെ ഭാര്യയ്ക്ക് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് താൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയത്. ചില നിക്ഷേപങ്ങൾ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് നിക്ഷേപങ്ങൾ? നിക്ഷേപം എന്ന് പറയുന്നത് സ്ഥിരമല്ല, ഒരിക്കലും അത് സ്ഥിരമല്ല. അത് നിക്ഷേപിക്കുന്നവരും സ്ഥിരമല്ല. ഹല്ലേലൂയ. അത് ചിലപ്പോൾ വഴിയാത്രയിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. നിക്ഷേപങ്ങൾ നഷ്ടപ്പെടാം, നിക്ഷേപിക്കുന്നവരും നഷ്ടപ്പെടാം. ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ദൂത് എന്താണെന്ന് അറിയാമോ? മോളെ, നിനക്ക് അവൻ പിന്നിലുള്ളതൊക്കെ നീ മറന്നു, മുമ്പിൽ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ദൂതനെ വിട്ട് കൈ പിടിച്ച് മുന്നോട്ട് നടത്തിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. എന്നാൽ അത്യുന്നതനായ ദൈവത്തിന്റെ ആ ശബ്ദത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അബ്രഹാം പിതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഹല്ലേലൂയ, പിമ്പിലുള്ളതിനെ മറന്ന് ഇറങ്ങിയത് കൊണ്ട് എന്നാ ഗുണമെന്നറിയോ? മുമ്പിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയത് കരുതുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും ആത്മാർത്ഥമായി വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന അഭിഷിക്തന്മാരോടും പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പിമ്പിലുള്ളതിനെയൊക്കെ മറന്ന് മുമ്പിലേക്ക് നോക്കി വില കൊടുത്ത് ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഹല്ലേലൂയ, മുമ്പിൽ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ യാഗത്തിന് വേണ്ടിയുള്ളത്, നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്കും ഭൗതിക ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളത് മുമ്പിൽ കരുതിയിട്ടാണ് തമ്പുരാൻ നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, പിമ്പിലുള്ളതിനെ എല്ലാം എന്ത് ചെയ്യുക? മറന്നു കളയുക. ഹല്ലേലൂയ. പിമ്പിൽ എന്തൊക്കെ ഉണ്ടാകാം? അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്ദകൾ ഉണ്ടാകാം, പിമ്പിൽ നമ്മളെ ദുഷിച്ചവരുണ്ടാകാം, ആഴത്തിൽ മുറിവേൽപ്പിച്ചവരുണ്ടാകാം. ഹല്ലേലൂയ. ഒന്നിനോടും പ്രതികരിക്കാൻ നിൽക്കണ്ട, ഒന്നിനോടും ആമേൻ എതിര് പറയുവാനോ നമ്മളെ അവരുടെ മുമ്പിൽ ന്യായീകരിക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഹല്ലേലൂയ. അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. എന്തുണ്ടെന്ന് അറിയാം? നമ്മുടെ മുമ്പിൽ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തേജോമയനായ ഒരു ദൈവം. ഹല്ലേലൂയ. ചില വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പലയിടങ്ങളിൽ നിന്ന് ഒരുമിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പല സ്വഭാവമുള്ളവർ. ഒരു ചിന്ത ഇങ്ങനെയുണ്ട്, പീപ്പിൾ ആർ നോട്ട് ഡിഫിക്കൽട്ട് ബട്ട് ദേ ആർ ഡിഫറെന്റ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരെല്ലാവരും ആമേൻ പ്രയാസം ഉണ്ടാക്കുന്നവരല്ല, മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരോടും നമുക്കൊരു ആമേൻ പ്രതിവാദത്തിനോ ഹല്ലേലൂയ ഉത്തരം കൊടുക്കാൻ ഒന്നും നിൽക്കാനുള്ള സമയമില്ല. കർത്താവേ, പുറകിലുള്ളതൊക്കെ മറക്ക്, മുമ്പിലുള്ളതിലേക്ക് ഓടുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ, ലോത്തിന്റെ ഭാര്യ ഇന്നും അങ്ങനെ ഒരു പുതുനായി ഹല്ലേലൂയ ഇസ്രായേൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ നമുക്കൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. പിമ്പിലുള്ളതിന്, അത് നിക്ഷേപമായിക്കോട്ടെ, പിമ്പിലുള്ളത് ഒരു വേദനയുടെ അനുഭവം ആയിക്കോട്ടെ, അതിനെല്ലാം മറന്നിട്ട് അവൻ മുൻപിലേക്ക് ഓടുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ ഒരു തലമുറ, അവൻ പൂർവ്വപിതാക്കന്മാർ, എന്റെ മുമ്പിലിരിക്കുന്ന ഒത്തിരി അഭിഷിക്തന്മാർ, പ്രായമുള്ള അഭിഷിക്തന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും ചെറിയവനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവൻ പൂർവ്വപിതാക്കന്മാർ അവർക്ക് വിലയുള്ളത് പലതിന്റെയും പിമ്പിൽ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ കർത്താവിന് വേണ്ടി ഇന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബ മഹിമ, അവരുടെ ജോലികൾ, ദൈവം അവർക്ക് കൊടുത്ത പലതിനെയും പിമ്പിലും വലിച്ചെറിഞ്ഞിട്ട് മുമ്പിലേക്ക് കടന്നു വന്ന ഈ അഭിഷിക്തന്മാർക്കും ഈ അഭിഷിക്തന്മാർക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആർക്ക് ഞങ്ങൾ കൈകൊടുത്തോ, ഏത് ദൂതന് ഞങ്ങൾ കൈകൊടുത്തോ, ആര് ഞങ്ങളെ നാശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുവോ, ആ ദൈവം ഇതുവരെയും ഞങ്ങളെ ലജ്ജിപ്പിച്ചിട്ടില്ല, ഇതുവരെയും ഞങ്ങളുടെ മുഖം ലജ്ജിക്കപ്പെടുവാൻ അനുവദിച്ചിട്ടില്ലെന്ന് ഒരു പ്രാഗൽഭ്യത്തോടെ പറയുന്നത് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പുതിയൊരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടത് ഇതാണ്. അല്ലെങ്കിൽ പിമ്പിലുള്ളതിനെ മറക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും അവൻ ഈജിപ്തിൽ നിന്ന്, ആ മിസ്രൈമിൽ നിന്ന് ആ കടന്നു വന്ന ഇസ്രായേൽ ജനം പറയുന്നത് പോലെ അവരുടെ മനസ്സ് എപ്പോഴും എവിടെയായിരുന്നു അറിയാമോ? മിസ്രൈമിലായിരുന്നു. ഹല്ലേലൂയ. ചെറിയൊരു സങ്കടം വരുമ്പോൾ, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, ഈ ദൈവം അത്ഭുതം ചെയ്യുന്നില്ല, അവിടെ മടങ്ങിപ്പോയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈ യാത്രയിൽ ഹല്ലേലൂയ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെയാണ് ഇന്നത്തെ ഒരു ജനറേഷൻ. ഹല്ലേലൂയ. ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ അവർ പറയും, ഇതിലും ഭേദം അവിടെ ആയിരുന്നു, ഇതിലും ഭേദം അങ്ങനെ നിന്നാ മതിയായിരുന്നു എന്നൊക്കെ ഒത്തിരി അടുത്ത് കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മ ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വിട്ടേച്ച് പോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിലും മെത്തരമായത് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം കടന്നു പോകുമ്പോൾ പറയുന്ന വിശ്വാസത്തിന്റെ വാക്ക് കേൾക്കണം, ഞാനും
ആമേൻ, മകനും കൂടെ പോയി എന്ത് ചെയ്യും? ആരാധിച്ച് മടങ്ങി വരുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. തനിക്കറിയാം അവിടെ നടക്കാൻ പോകുന്ന ആരാധനയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമായി അറിയാം. എന്നാൽ വിശ്വാസത്തോടെ പറയുകയാണ്, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എനിക്ക് വേണ്ടി അവസാന നിമിഷവും കരുതുവാൻ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ അബ്രഹാം പറയുന്നു, ഞാനും മകനും കൂടെ പോയി ആരാധിച്ച് മടങ്ങി വരാമെന്ന് ഹല്ലേലൂയ ഒരു വാക്ക് കൊടുത്തിട്ടാണ് താൻ മലയിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ. അത് അതേപടി നമ്മൾ വചനത്തിൽ കാണുന്നു. അവർ രണ്ടും മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പിമ്പിലുള്ളതിനെ ഉപേക്ഷിച്ചിട്ട് മുൻപിലുള്ളതിലേക്ക് ഓടുന്നവർക്ക് വേണ്ടി തമ്പുരാൻ എന്ത് ചെയ്യും? കരുതുവാൻ. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കലുഷിതമായ മനസ്സോടുകൂടി, വേദനയോടെ, പ്രയാസത്തോടെ നാളെ എങ്ങനെയായിത്തീരും? കർത്താവേ, ഞാൻ പലതും അങ്ങേക്ക് വേണ്ടി ഉപേക്ഷിച്ചു, ഞാൻ അങ്ങേക്ക് വേണ്ടി പലതും വിട്ടെറിഞ്ഞിട്ടാണ് ഇന്ന് ഈ മാർഗത്തിൽ നിൽക്കുന്നത്. എന്റെ ജീവിത സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വേണ്ടി നിൽക്കുവാൻ, എനിക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കുവാൻ ആരുമില്ലെന്നോർത്ത് പ്രയാസപ്പെടുന്ന ദൈവമൈതലേ, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. മേത്തരമായതൊന്ന് ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ നിന്നെ ഹല്ലേലൂയ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് ദൈവം നമ്മൾ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മോശയെ കുറിച്ച് പറയുമ്പോൾ, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രതിഫലം, ആമേൻ, സ്വത്രം, താൻ വിചാരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് പറയപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്നെണ്ണുവാൻ, ആമേൻ, സ്വത്രം, മോശയ്ക്ക് സാധിച്ചു. ഹല്ലേലൂയ. ആമേൻ, സ്വത്രം. പറയുന്ന പദത്തിനെ ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ, ആമേൻ, ഫറവോന്റെ പുത്രിയുടെ മകനല്ല, എനിക്കൊരു അപ്പനുണ്ട് എന്ന് പറയുവാൻ മോശ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എനിക്കൊരു അപ്പനുണ്ട്, എന്റെ കണ്ണ് നിറയുമ്പോൾ എന്നെ ചേർത്തു പിടിക്കുന്ന, എന്റെ വിഷമതകൾ അറിയുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്. അങ്ങനെ ഒരു അപ്പൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മോശയെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പഴയ കാലത്തും അവൻ വചനം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. വില കൊടുത്തവരെ ഒക്കെ ദൈവം ആദരിക്കുവാനിടയായി തീർന്നു. ഒരു കാലത്ത് പൂർവ്വപിതാക്കന്മാർ വില കൊടുത്തതിന്റെ ആമൻ നന്മ ഇന്ന് ഞങ്ങൾ ഈ ചെറിയ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വില കൊടുത്താൽ ഒരു പ്രതിഫലമുണ്ട്. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ 4:30-ക്കൊക്കെ ഏറ്റിരുന്ന് 4:45-ഒക്കെ ഏറ്റിരുന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉറക്കം കളഞ്ഞിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു വലിയ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില റിസൾട്ടുകൾ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില നന്മകളെ കാണുവാനും അനുഭവിക്കുവാനും, ഇന്നിവിടെ പരസ്യമായി സാക്ഷ്യം വിളിച്ചു പറഞ്ഞതുപോലെ ദൈവത്തെ ഉയർത്തുവാനും തമ്പുരാൻ നമുക്ക് അവസരങ്ങളെ തെറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഒരു സ്ത്രീ ഹല്ലേലൂയ പുറകോട്ട് നോക്കി നഷ്ടപ്പെട്ടപ്പോൾ എന്തിനാ ബൈബിൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? എന്തിനാ ഈ പരാജയപ്പെട്ടവരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. കാരണം നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഈ 2024 വർഷം അവസാന മാസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഒരു പരാജയപ്പെട്ട സ്ത്രീ എന്തിനാ മുമ്പിൽ കാണിക്കുന്നത് അറിയാമോ? നമുക്കും വീണു പോകാൻ അവസരങ്ങളുണ്ട്, തെറ്റിപ്പോകാൻ അവസരമുണ്ട്, അനേകരും വഴിതെറ്റി പോകുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു മാതൃകയായിട്ട് നിർത്തിയേക്കുകയാണ്. ഹല്ലേലൂയ. വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തേറെ സൈൻ ബോർഡുകൾ കാണാറുണ്ട്. ചിലരൊന്നും അതിലോട്ട് നോക്കാറേ ഇല്ല, ചിലരൊന്നും അത് ശ്രദ്ധിക്കാറേ ഇല്ല. സ്പീഡ് ലിമിറ്റോ വളവോ അല്ലെങ്കിൽ ബാരിയറോ ഒന്നും നോക്കാറില്ല, അങ്ങ് ഓടിച്ചങ്ങ് പോകുന്നത് കാണാം. കുറെ കഴിയുമ്പോൾ എവിടെങ്കിലും ഒക്കെ ഒരു കുഴിയിലോ ഒരു ഭിത്തിയിലോ ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം, അല്ലെ? വഴിയില് ആമേൻ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിലെ ഓരോ വള്ളിയും പുള്ളിയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആമേൻ നേരെയുള്ള പോക്കിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് തോറ്റവരുടെ ചരിത്രമുണ്ട്, വിജയിച്ചവരുടെ ചരിത്രമുണ്ട്. അല്ലെങ്കിൽ എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് നിങ്ങൾക്ക് ഒരു മാതൃകയാകാൻ. ഹല്ലേലൂയ. ഓർത്തുകൊള്ളാനാ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓർത്തവരെ കുറിച്ച് പുസ്തകം പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്തവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് എടുത്തു പറഞ്ഞു, ഈ വ്യക്തി ജീവിതങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. വെറുതെ വിടരുത്, ഇവരെ ശ്രദ്ധിക്കണം. അവരെ ബയോഗ്രഫി ഒന്നും പഠിക്കണ്ട, അവർക്ക് പറ്റിയത് നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഒരു ചിന്ത നമുക്ക് കൈമാറുമ്പോൾ എവിടെയൊക്കെയോ തെറ്റിപ്പോകാൻ അവസരങ്ങളുണ്ട്, എവിടെയൊക്കെയോ വഴി മാറി ട്രാക്ക് മാറി പോകാനുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വഴിയെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ നമ്മുടെ മുമ്പിൽ ഗൈഡൻസ് വെക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ഗേഹസിയും ബിലെയാമും യൂദയും ഒക്കെ ഹല്ലേലൂയ ദൈവിക പദ്ധതി വിട്ട് മാറിപ്പോയത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ മുമ്പിലാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവർ ദൈവത്തെക്കാൾ അധികമായി അവരുടെ നിക്ഷേപങ്ങളെ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പണ്ട് അപ്പച്ചന്മാര് അമ്മച്ചിമാര് ഹല്ലേലൂയ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഈ കർത്താവിനെ സേവിക്കുമെന്ന് പറയുമായിരുന്നു. ഇന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചോദിക്കും, എന്നാ കിട്ടിയാൽ എന്നാ കിട്ടുമെന്ന് ആദ്യം ചോദിക്കുന്നത്, അല്ലെ? ആമേൻ. സ്തോത്രം. കാലങ്ങൾ മാറിയപ്പോൾ ചിന്താഗതികൾക്ക് മാറ്റം വന്നു. ഹല്ലേലൂയ. അന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവിനെ ആരാധിക്കുമായിരുന്നു. ഹല്ലേലൂയ.
അനുസരിച്ച് പരിശുദ്ധാത്മ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്, ദർശനം നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മാത്രം നോക്കി മുന്നോട്ട് കടന്നു വരിക. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ പ്രാഗൽഭ്യത്തോട് പറയാൻ പറ്റും, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരും ദൈവത്തെ നോക്കി ഇറങ്ങിയത് കൊണ്ട് ഇന്ന് ലജ്ജിക്കാതെ ഇന്ന് പ്രഭാതത്തിലും ദൈവമുഖം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ ഞങ്ങൾക്കും ഞങ്ങളോട് ചേർന്നുള്ളവർക്കും ആവശ്യമുള്ളത് ഹല്ലേലൂയ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. പിതാക്കന്മാരോട് ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. ആമേൻ. ന്യൂ ജനറേഷൻ ഒക്കെയാണ്. ഹല്ലേലൂയ. ആമേൻ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ദൈവം അന്നും ഇന്നും എന്നും ആമേൻ മാറാത്തവനാണ്. ഹല്ലേലൂയ. അന്നും ഇന്നും എന്നും മാറാത്തവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ദൈവം ആമേൻ ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തി ഇന്നും ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫുൾനെസ്സിൽ. ഹല്ലേലൂയ. അവിടെ ഒരു ഗ്യാപ്പ് പോലും വരാൻ പാടില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരും. ഒരു ക്ഷീണം വരുമ്പോൾ ആര് കരുതും, ആരൊരുക്കും, എങ്ങനെ നടക്കും എന്നുള്ള ചെറിയ 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 സംശയത്തിന്റെ വിത്തുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനിടയായി തീരും. ഒന്നോർത്ത്, ഒരു വലിയ ബലൂൺ കാറ്റ് നിറച്ചു കഴിഞ്ഞാൽ അതിന്റെ ചലനം എപ്പോഴും ഉയരത്തിലേക്കായിരിക്കും. അതിങ്ങനെ പറന്ന് നടക്കും. പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ അത് പറന്നു നിൽക്കും. അതിന് ഉയരത്തിലേക്ക് പോകാനായിരിക്കും ആഗ്രഹം. എന്നാൽ ഒരു ചെറിയ സുഷിരം അതിലിട്ട് കൊടുത്തേ, പതിയെ 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 അതിന്റെ ആ പൂർണ്ണത നഷ്ടപ്പെട്ടിട്ട്, ചെറിയ സുഷിരമാണ്, അതിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, അത് താഴെ വന്ന് നശിച്ചു പോകാനിടയിൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവോടുള്ള സ്നേഹത്തിൽ നിന്ന് ആ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പതിയെ 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 നമ്മൾ നാശത്തിലേക്ക് നഷ്ടത്തിലേക്ക് നമ്മൾ നശിച്ചു പോകുവാനിടയായി തീരും പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിലും അതുകൊണ്ട് ഒരു പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയട്ടെ, പൂർണ്ണതയിൽ ദൈവത്തെ സേവിക്കാൻ നമുക്ക് കഴിയട്ടെ. അല്ലെങ്കിലും അതിന്റെ അകത്ത് ഈ ലോകത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ധനത്തിന്റെ ചിന്തകൾ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ സമ്പത്തുകൾ, ഹല്ലേലൂയ, അമ്മൻ കൊടുത്തും മേടിച്ചും സമ്പാദിച്ചും പോകുന്ന അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നൊരു കാലഘട്ടം അമ്മൻ പണമുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. ആവശ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രവർത്തിക്കുന്ന ദൈവം അന്നും ഇന്നും ശക്തനാ. ഹല്ലേലൂയ. ഇന്ന് എന്റെ നിങ്ങളുടെ ഒരു ചെറിയ വീട്ടിലെ ആവശ്യം, അന്ന് 20 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ദിനവും രാത്രിയും മുടങ്ങാതെ ഭക്ഷണം കൊടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ ഓരോ കോണുകളിൽ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയാതിരിക്കുമോ? ഹല്ലേലൂയ. ശക്തനായവൻ നമുക്ക് വേണ്ടി വലിയത് ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ശക്തനായവൻ വലിയത് ചെയ്യുവാനിടയായി തീരും. ഒന്ന്, പൂർണ്ണതയോടെ ദൈവത്തെ സേവിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഈ ദൈവത്തെ എന്ത് ചെയ്യാം? ഒന്ന് സ്നേഹിച്ചാൽ മതി. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ എന്ന വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കർത്താവിനെ ഒന്ന് ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ ഇതുവരെ കാണാത്തത് ലോകത്തിന്റെ ഭാര്യയ്ക്ക് കാണാൻ പറ്റാതെ പോയതാ. അല്ലെങ്കിൽ അവൾ ഓർത്തു എല്ലാം താൻ അധ്വാനിച്ചതാണ് തന്റെ വിലയേറിയതെന്ന ലോകത്തിന്റെ ഭാര്യ ഓർത്തത്. എന്നാൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഒരു ചിന്തയുണ്ട്, നീ ഇന്നലകളിൽ അധ്വാനിച്ചെടുത്തതും നിന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതുമായ വിശേഷതയേറിയത് മുമ്പിൽ ഞാൻ ഒരുക്കിയിട്ട് അതിനെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയത്തില്ല, അതെന്നെ കൊണ്ട് ഒരിക്കലും സ്വരുക്കൂട്ടാൻ കഴിയത്തില്ലാത്ത ചില നന്മകളെ മുമ്പിൽ ഒരുക്കിയിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയാൽ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും യാതൊരു അർഹതയും ഇല്ല ഇങ്ങനെ ആയിരിക്കുവാൻ. ഹല്ലേലൂയ. എന്റെ അധ്വാനം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നുമല്ല എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മളെ ദൂതനെ വിട്ട് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക, ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാളിക മുറുക. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പെസഹ ആചരിക്കാൻ കടന്നു പോകാൻ പറയുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ പോയി ഒരുക്കാനല്ല പറയുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാളിക മുറിയ നിങ്ങളുടെ മുമ്പിൽ കാണപ്പെടും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ വില കൊടുക്കുന്ന ദൈവവേദനെ പുറകോട്ട് ചിന്തിക്കേണ്ട. അവൻ ആര് എങ്ങനെ എവിടെ നടത്തുമെന്നോ ആര് കൂടെ ഉണ്ടാവുമെന്നോ ഓർത്ത് നിരാശപ്പെടേണ്ട. അവൻ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിരാവിലെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ കാത്തിരിക്കുന്നവർക്കോ ആമേൻ ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് വചനം പറയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഓർക്കുക, നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത് പുറകോട്ട് എന്ത് ചെയ്യണ്ട,
ചിന്തിക്കേണ്ട, പുറകോട്ട് തിരിഞ്ഞു നിൽക്കേണ്ട. ഹല്ലേലൂയ. പുറകിലെ നിക്ഷേപങ്ങൾ നിങ്ങൾ വിട്ടേച്ചു വന്ന ആമേൻ ഹല്ലേലൂയ ഒന്നിലേക്ക് ഇനി എന്ത് ചെയ്യേണ്ട, ആമേൻ തിരിഞ്ഞു നോക്കേണ്ട എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഭാഗത്ത് ആമേൻ സ്തോത്രം അവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 11-ാം അധ്യായത്തിൽ ഭക്തന്മാരെ കുറിച്ച് വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം പിമ്പിലുള്ളത് ആമേൻ അവർ മറന്നിട്ടാണ് മുമ്പിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ 11:15 പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. എന്തുകൊണ്ടാണ് പുറകോട്ട് നോക്കരുതെന്ന് പറയുന്നത് അറിയാമോ? മടങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. മടങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് വിട്ടുപോകുന്നതിനെ നോക്കരുതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നും സഭയിലൊക്കെ പലയിടത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ പറയും, ഞങ്ങള് തിരിച്ചങ്ങോട്ട് പോകും, ഞങ്ങൾക്ക് ഇപ്പോഴും അവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്പോഴും അവിടെ കല്ലറയുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോഴും അവിടെ ഞങ്ങളെ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ എന്നാന്നറിയാമോ? വിട്ടുപോകുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ചിലതൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നതാണ്, പക്ഷെ ഇപ്പോഴും മനസ്സ് എവിടെയാണെന്ന് അറിയാമോ? ഇച്ചിരി കിട്ടിയാ ചെവിയലിടാം, ഇച്ചിരി കിട്ടിയാ കഴുത്തലിടാം, ഇച്ചിരി ഉണ്ടായിരുന്ന ലോൺ വെക്കാം എന്നൊക്കെ ചെറുതായിട്ടെങ്കിലും ഓർക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? മനസ്സോടെ അല്ല ഉപേക്ഷിച്ച് കളഞ്ഞത്, മനസ്സോടെ അല്ല മറന്നു കളഞ്ഞത്. ഹല്ലേലൂയ. ഒരാൾ ക്ഷമിച്ചത് പോലും ഒരുപക്ഷെ മനസ്സോടെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ആമേൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ, ആ പദം നമുക്കുള്ളതാണ്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഹല്ലേലൂയ. അവരോ ഹല്ലേലൂയ അധികം നല്ലതിനെ സ്വർഗീയമായ, ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ മറ്റാർക്കും തരാൻ കഴിയാത്ത സ്വർഗീയമായ ചിലതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ദൈവഭക്തന്മാരോടും ഭക്തിമാരോടും ആമേൻ ആ വചനം ഇങ്ങനെ പറയുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കപ്പെടുന്നില്ല. ഇന്ന് ദൈവം നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ആമേൻ ലജ്ജിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി കാത്തിരിക്കുന്നുവല്ലോ, ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ പുറകിലുള്ളതിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞൊരു കാര്യം, മുമ്പിൽ ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ട്. എന്ത്? ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്, ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭവനമില്ലല്ലോ എന്നുള്ള നിരാശയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു, മോനെ നിനക്ക് വേണ്ടി ഒരു ഭവനം ഞാൻ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു കുടുംബം ഞാൻ നിന്റെ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി വഴി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ മാത്രം നിർത്തുന്നില്ല, ഒരു നഗരം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ആത്മാവിൽ ബലപ്പെടട്ടെ, നമ്മുടെ ആത്മാവിൽ ബലപ്പെടട്ടെ, ധൈര്യമുള്ളവരായി തീരട്ടെ. പാട്ടുകാരൻ പറയുന്ന പോലെ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ. ഹല്ലേലൂയ. അന്ത്യം വരെ വഴി നടത്തുവാൻ ശക്തനായ ദൈവമായിരിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ നമുക്ക് കർത്താവിന് മഹത്വം കരയറ്റാൻ ഇടയായി തീരും. ഒന്നോർക്കുക, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. കാരണം ആമേൻ പിന്മാറിപ്പോയ ഒത്തിരി പേരുണ്ട്, പരാജയപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. അവരുടെ കൂടെ നമ്മളുടെ പേര് വരാൻ ആമേൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, ലോത്തിന്റെ ഭാര്യയെ കാണാൻ കഴിയാത്തത് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. മുമ്പിൽ ഒരുക്കപ്പെട്ട ഒരു പട്ടണമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ ആമേൻ ഒരുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ചില കൊയ്ത്തിന്റെ അനുഭവങ്ങൾ, അല്ല വിടുതലിന്റെ അനുഭവങ്ങൾ, ആമേൻ ചില ആത്മാക്കളെ നേടുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇങ്ങനെ കാണാനായിട്ട് കഴിയും. വചനം പറയുന്നു, നമ്മൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ യോബിന്റെ പുസ്തകത്തിലൊക്കെ പറയും, നമ്മൾ ഇവിടേക്ക് ഒന്നും കൊണ്ടുപോകുന്നിട്ടില്ല, തിരിച്ചു പോകുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ കൊണ്ടുപോകാൻ പറ്റുന്ന ചിലതുണ്ട്, നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ആത്മാക്കളാണ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നേടുന്ന ഓരോ ആത്മാക്കളെയും നമുക്ക് എവിടെ കാണാൻ പറ്റും? നിത്യതയിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടുത്തെ കാറും ഇവിടുത്തെ ബംഗ്ലാവും ഇവിടുത്തെ പാസ്ബുക്കും ഇവിടെ കിട്ടിയത് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുമ്പോൾ ചില ആത്മാക്കളുമായി നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി, ആമേൻ സ്തോത്രം ദൈവം ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ആമേൻ ആത്മാക്കളെ നേടുന്നെങ്കിൽ ഹല്ലേലൂയ നിത്യതയുടെ തുറമുഖത്ത് ആമേൻ സ്ഥിരമായ ഒരു നിക്ഷേപം ഉള്ളിടത്ത് നമുക്ക് ആ ആത്മാക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ ദൈവം നമുക്ക് അവസരം തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിലനിൽക്കുന്ന ചില നിക്ഷേപങ്ങൾ, പുഴുവും തുരുമ്പും ആമേൻ ഒന്നും കെടുത്താത്ത, നശിപ്പിച്ചു കളയാത്ത ചില നിക്ഷേപങ്ങൾ, ഹല്ലേലൂയ, അതുമായി നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ആ വചനം ഒരിക്കൽ കൂടി വായിച്ചിങ്ങനെ നിർത്തുന്നു, ലോത്തിന്റെ ഭാര്യയെ ആമേൻ ഓർത്തുകൊള്ളുവേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം മുഴുവൻ ആ ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ വിളിക്കപ്പെട്ടവരല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടേണ്ട,
ഒട്ടും കലുഷിതമാകേണ്ട മനസ്സ്. ഹല്ലേലൂയ. മുന്നോട്ട് പൊക്കോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിൽ എന്തോ ഒരുക്കി വെച്ചിട്ടാ പോകാൻ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേശ്വരം നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവനായതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കാം, ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് വരാറായി, അല്ലെങ്കിൽ ഒരുങ്ങി കാത്തിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അഭിഷിക്തനും ഹല്ലേലൂയ ഈ ശുശ്രൂഷയിലുള്ള എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.